കേരള സർവകലാശാല ഡീനിനെതിരെ പരാതി വന്നിരിക്കുന്നു. ഷീജ ചേരുകയാണ്. ഷീജ, എന്തൊക്കെയാണ് ഈ പരാതിയുടെ വിശദാംശങ്ങൾ? ഷമി, പ്രധാനമായും അതായത് കാര്യവട്ടം ക്യാമ്പസിലെ ഗവേഷക വിദ്യാർത്ഥിയായിട്ടുള്ള വിപിൻ വിജയനാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. കേരള സർവകലാശാലയിലെ ഡീനായിട്ടുള്ള ഡോക്ടർ CN വിജയകുമാരിക്കെതിരെയാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. കഴക്കൂട്ടം പോലീസിൽ പ്രത്യേകിച്ചും ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അതിൽ കൃത്യമായ രീതിയിൽ തന്നെ പരാതിയിൽ പറയുന്നുണ്ട് ഏത് രീതിയിലാണ് ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചത്. പുലയന്മാർ സംസ്കൃതം പഠിക്കേണ്ടെന്നും പുലയന്മാരും പറയന്മാരും വന്നതോടെ സംസ്കൃത വിഭാഗത്തിന്റെ മഹിമ നശിച്ചു എന്നും വിപിനെ പോലുള്ള നീതജാതികൾക്ക് എത്ര ശ്രമിച്ചാലും സംസ്കൃതം വഴങ്ങില്ല എന്നീ പരാമർശങ്ങളാണ് ഡീനിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത്. വിജയകുമാരിക്കെതിരെ ഡീനിനെതിരെ പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിയമപ്രകാരം കേസെടുക്കണം എന്നുള്ളത് കൂടിയാണ് പരാതിയിൽ പറയുന്നത്. ഇത്തരത്തിൽ വലിയ തോതിലുള്ള ജാതി അധിക്ഷേപം ഡീനിൽ നിന്നും നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ തനിക്ക് PhD തരരുത് എന്നുള്ളൊരു നിലപാട് ഡീൻ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടിയാണ് വിപിൻ വിജയ് വ്യക്തമാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ പരാതിയുമായി മുന്നോട്ട് പോകാൻ വിപിൻ വിജയ് തീരുമാനിച്ചതും അതിന്റെ അടിസ്ഥാനത്തിൽ കഴക്കൂട്ടം പോലീസിൽ പരാതി നൽകിയിരിക്കുന്നതും. ഷീജ, വിപിൻ ഇത് സംബന്ധിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. MPhilമായി ബന്ധപ്പെട്ട് നൽകിയ ആ ഒരു പ്രബന്ധത്തിൽ ഒപ്പിട്ടിരിക്കുന്നത് ഇതേ ഡീൻ തന്നെയാണ്. ആ ഡീൻ PhDക്ക് ഉള്ള ഇത് തീസിസ് സമർപ്പിക്കുന്ന വേളയിൽ പറയുകയാണ് തനിക്ക് സംസ്കൃതം അറിയില്ല എന്നുള്ള കാര്യം. അതിൻ്റെ അകത്തൊരു വലിയ ഗൂഢാലോചന ഉണ്ട് എന്നുള്ള ഒരു നിലപാടാണ് വിപിൻ സ്വീകരിച്ചിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും. അതായത് ഗൂഢാലോചനയ്ക്ക് അപ്പുറത്തേക്ക് ഒരു വലിയ തോതിലുള്ള ജാതി വിവേചനം വിപിനെതിരെ നടന്നിരുന്നു എന്നുള്ള കാര്യം തന്നെയാണ് വിപിൻ പറയുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിലും വിപിൻ സൂചിപ്പിച്ചിരുന്നു തനിക്ക് MPhilന്റെ ഒപ്പിട്ട് തന്ന വ്യക്തിയാണ് ഈ ഡീൻ എന്ന് പറയുന്നത്. പക്ഷെ അതിന് പോലും തന്നെ ക്ലാസ് റൂമിലോ അല്ലെങ്കിൽ അധ്യാപകരുടെ സ്റ്റാഫ് റൂമിലോ കയറുന്നതിനോ കൃത്യമായിട്ടുള്ള വിലക്കുകൾ അവർ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള വിവേചനം അവർ തുടർന്നിരുന്നു. അതിന്റെ ഒരു പ്രതികാര മനോഭാവം എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ PhDയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അപ്പോൾ തനിക്ക് PhD ലഭിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള റിപ്പോർട്ട് അത് നൽകുന്ന ഒരു നടപടി ഡീനിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത് എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും വിപിൻ പരാതിയിൽ ഉൾപ്പെടെ പറയുന്നത്. അത് തന്നെയാണ് വിപിൻ സമൂഹ മാധ്യമത്തിലൂടെയാണ് ഇതിലൊരു ആദ്യ പ്രതികരണത്തിന് പോലും വിപിൻ തയ്യാറായിട്ടുണ്ടായിരുന്നത്. ആ പോസ്റ്റിന് പിന്നാലെയാണ് ഈ വിഷയം ഇത്തരത്തിലുള്ള ജാതി വിവേചനം അടക്കം ഇക്കാര്യത്തിൽ നടന്നിരുന്നു എന്നുള്ള കാര്യം പുറം ലോകം അറിയുന്നത് പോലും. ഷമി, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.